ഹായ്. അപ്പോൾ എന്തായാലും ഇന്നൊരു വീഡിയോ ചെയ്യാന്ന് വെച്ചു. കാരണം നമ്മുടെ ചാനലിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി പനിയും ജലദോഷവും ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പൊക്കെ വന്ന്. അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു വീഡിയോ, വലിയ വീഡിയോ ഒന്നുമില്ല, ഈ കുഞ്ഞു വീഡിയോ. പപ്പടം വെച്ചൊരു തോരൻ ഉണ്ടാക്കി നോക്കിയാലോ. നമ്മളെപ്പോഴും പപ്പടം പൊരിച്ചല്ലേ തിന്നുന്ന, അത് വെച്ച് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള പപ്പടം എടുക്കാം, എന്നിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു അളവിലും എടുക്കാം, ഇതിനെയും കട്ടി ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഞാനിപ്പം ഈ ഒരു അളവിലാണ് എടുത്താക്കുന്നത്. പിന്നെ നമുക്കൊരു സവാള വേണം, 2 പച്ചമുളക് വേണം, പിന്നെ ഒരു മുറി തേങ്ങയാണെങ്കിൽ ആവശ്യത്തിന് എടുത്താൽ മതി. അവരൊരാവശ്യത്തിന് വേണ്ടി എടുക്കാം. സവാളയും മുളകും ചെറുതായിട്ട് എരിഞ്ഞു വെച്ചിട്ടുണ്ട്. തേങ്ങ തിരികെ വെച്ച് പിന്നെ 2-3 കറിവേപ്പിലയും കൂടെ എടുത്ത്, പിന്നെ നമ്മുടെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് ജസ്റ്റ് നമ്മുടെ തോരത്തിനൊക്കെ അരയ്ക്കുന്ന കണക്ക് ഒന്ന് അരച്ചെടുക്കുക. ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് അടിച്ചങ്ങ് എടുത്താൽ മതി. അടുത്ത് നമുക്ക് പപ്പടം എല്ലാം ഒന്ന് വറുത്ത് കോരിയെടുക്കാം. കുറച്ച് എണ്ണ മതി, കുറച്ച് എണ്ണ ഒഴിച്ച് എല്ലാ പപ്പടവും ഒന്ന് വറുത്ത് കോരി നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കി വന്ന എണ്ണയിൽ കുറച്ച് കടുക് പൊട്ടിച്ച് പിന്നെ നമുക്ക് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് 2-3 വറ്റൽമുളകും കൂടെ കീറിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചാക്കുന്ന സവാളയും പച്ചമുളകും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഒരുപാടങ്ങ് വരണ്ട് പോകണ്ട, ചെറുതായിട്ടൊന്ന് വരട്ടിയെടുക്കാം. സവാളയൊക്കെ ഒരുവിധം വരണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അരച്ച് വെച്ചാക്കുന്ന അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. അരപ്പും ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് വരട്ടിയെടുക്കാം. ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വരട്ടണം. അരപ്പ് ആ സവാളയിലൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് വറുത്ത് വെച്ചാക്കുന്ന പപ്പടവും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നേരെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരട്ടി ചെറിയ ചൂടിലിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. നല്ലപോലെ ഇളക്കി സെറ്റായി വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ പപ്പട തോരൻ തയ്യാറായി. നല്ല ടേസ്റ്റാണ്. ചൂടോടുകൂടി കഴിക്കാനായിരിക്കും നല്ലത്. കാരണം ചൂട് പോയാൽ അതങ്ങ് തണുത്തു പോവും. അപ്പോൾ ചോറ് തിന്നുന്നതിന് മുമ്പായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.